ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ കുറേ ആയി വീഡിയോസൊക്കെ ഇട്ടിട്ട് കുറേ പേര് ചോദിച്ചു എന്താ വീഡിയോസ് ഇല്ലാത്തത്, വെയിറ്റിംഗ് ആണ് വേണ്ടി. കാരണം എന്താ വെച്ചാൽ ഫോണ് ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടായിരുന്നു, ഫോണ് ഇത്തിരി തല്ലിപ്പൊളിയാണ്. ഇന്നാൾ ഞാൻ റിപ്പയർ ചെയ്ത് കൊണ്ടുവന്നുള്ളൂ. എത്രയോ 1200 സംതിങ് ആയി എൻ്റെ ബാറ്ററിയുടെ ഇഷ്യൂ കാരണം. ഇപ്പം അത് വീണ്ടും റിപ്പയർ ചെയ്യേണ്ടി വന്നു. എന്തോ സംഭവം കണക്ഷൻ വിട്ടു പറഞ്ഞിട്ട് അങ്ങനെ ഫുൾ പ്രശ്നങ്ങളാണ് ഗൈസ്. ഞാൻ എങ്ങനെ വീഡിയോ എടുക്കും? വീഡിയോ എഡിറ്റ് ചെയ്താൽ സംഭവം സേവ് ആവില്ല. എടുത്താൽ തന്നെ ചില സമയത്ത് വോയിസ് കട്ടായി പോവുക. ഇങ്ങനെ കുറേ ഇഷ്യൂസ് ഉണ്ട്. അതിൻ്റെ കൂടെയാണ് സത്യം ഞാൻ വീഡിയോസ് എടുത്തുകൊണ്ടിരിക്കുന്നത്, കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ സമയം കളണ്ട, നമുക്ക് നേരെ ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. അപ്പോൾ ഇനി ആരും ഫാമിലിനെ കണ്ടില്ല എന്ന് പറയരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ അങ്ങനെ പറയുകയാണെങ്കിൽ യൂട്യൂബ് ചാനൽ തന്നെ. കാരണം ഞാൻ തുടങ്ങണമെന്ന് വിചാരിച്ച് ഒറ്റ മൈൻഡിൽ തുടങ്ങിയതാണ് യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തതെന്നുള്ളത്. ഇപ്പോൾ 1K ആയി സബ്സ്ക്രൈബേഴ്സ്, 1 ആയി. അപ്പോൾ ഐ എം സോ ഹാപ്പി. ഞാൻ ആ ഡിസിഷൻ എടുത്തില്ലായിരുന്നെങ്കിൽ ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ഇടാനുള്ള കോൺഫിഡൻസ് പോലും കാണിക്കില്ലായിരുന്നു. കുറേ ഹോബീസ് ഉണ്ട് എനിക്ക്. ഗാർഡനിങ്, അതേപോലെ തന്നെ ചെടികളെ സംരക്ഷിക്കുക, പരിപാലിക്കുക. ചെടികൾ ഭയങ്കര ഇഷ്ടമാണ്. ഗാർഡനിങ് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ കുക്കിങ് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ ഈ ഫുഡ് കഴിക്കണമെങ്കിലും ചില സമയത്ത് ഞാൻ കുക്കിംഗ് വീഡിയോസൊക്കെ ഇരുന്ന് കാണും. അപ്പോൾ കുക്കിംഗ് ഭയങ്കര ഇഷ്ടമാണ്. ഇനിയിപ്പോൾ ഫ്ലോപ്പ് ആയാലും നല്ലതായാലും ഞാൻ ഇന്നും കുക്ക് ചെയ്യും. അത് ഇതിപ്പോൾ ചെറിയ ചെറിയ ഐറ്റംസ് ആയെങ്കിലും. ഇപ്പോൾ ഇന്ന് ചായ വെച്ച് കഴിഞ്ഞാൽ നാളെ ചിലപ്പോൾ ഈ എന്തെങ്കിലുമൊക്കെ എന്നും പറയും. ഞാൻ എൻ്റെ ലൈഫിൽ ഞാൻ ഒരിക്കലും വെക്കില്ല വിചാരിച്ച സംഭവം ചിക്കൻ കറിയൊക്കെ ഞാൻ സൂപ്പറായി വെച്ചു. ആൻഡ് എന്നെ തന്നെ എനിക്ക് വിശ്വസിക്കാൻ വയ്യ. കുക്കിങ്ങിലൊക്കെ ഞാൻ എക്സ്പേർട്ടാണ് ഗൈസ്. അപ്പോൾ എവിടെ പോയാലും ഞാൻ സർവൈവ് ചെയ്യും. പിന്നെ സ്കിൻ കെയർ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ലൈക്ക് എൻ്റെ മുഖത്ത് കുറേ കുരുക്കളുണ്ടായിരുന്നു. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി തുടങ്ങിയതാണ് സ്കിൻ കെയർ. ഇപ്പോൾ എന്താ പറയുക, ഞാൻ ഫേസ് മാസ്ക് ഇടും. സംഭവം ഇടയ്ക്കിടയ്ക്ക് ഞാൻ ചെയ്യും. ഭയങ്കര ഇഷ്ടമാണ്. ഇഷ്ടമെന്നല്ല, അതൊരു റൊട്ടീൻ പോലെ. പിന്നെ ഇപ്പോൾ അവിടെ എൻ്റെ കുറേ പഴയ ഡ്രസ്സുകളുണ്ടാവുമല്ലോ, അത് നമുക്ക് മങ്ങിയതോ അല്ലെങ്കിൽ പാച്ച് വർക്ക്സ് ആയതോ ഉണ്ടെങ്കിൽ അതിനെ ഞാൻ കുറച്ചും കൂടി എൻ്റെ ഒരു ഓൺ രീതിയിൽ അതിനെ കട്ട് ചെയ്തും റിമൂവ് ചെയ്തൊക്കെ ഞാൻ പുതിയ ഫാഷൻ പോലെ ട്രൈ ചെയ്ത് നോക്കും. അത് കുറച്ചും കൂടി ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്ത ഹോബി. അതായത് ഇപ്പോൾ നമ്മൾ ഇപ്പോൾ എൻ്റെ ഈ ഷർട്ട് പഴയതായി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് പുതിയ രീതിയിൽ ഇടാനുള്ള രീതിയിൽ ഞാനിതിനെ സെറ്റപ്പ് ചെയ്തെടുക്കും. അപ്പോൾ നമുക്ക് ഒന്നുകൂടി റീയൂസബിളായി പോവുമല്ലോ. അപ്പോൾ നമുക്ക് ഫാഷനായി റീയൂസബിളുമായി. സെയിം ഒരു വെടിക്ക് 2 പക്ഷി എന്ന് പറഞ്ഞ പോലെ. ഫേവറേറ്റ് കണ്ടൻറ് ക്രിയേറ്റർ എന്ന് പറയുമ്പോൾ എനിക്ക് കുറേ ആൾക്കാർ ഇഷ്ടമുള്ള കുറേ കണ്ടൻറ് ക്രിയേറ്റേഴ്സ് ഉണ്ട്. ആൻഡ് ഇപ്പോൾ അതായത് ഫേവറേറ്റ് എന്ന് ഒരിക്കലും ഞാൻ പറയില്ല, ഫേവറേറ്റ് പറയും. എന്നെ ഇൻസ്പയർ ചെയ്തത് ലൈക്ക് ഇന്നെങ്കിലും ഒന്ന് തുടങ്ങണം എന്ന് പറഞ്ഞ് എന്നെ ചിന്തിപ്പിച്ചത് സത്യം പറഞ്ഞാൽ റെന ഫാത്തിമ ആയിരിക്കും. റെന ഫാത്തിമയുടെ ഈ ഒരു വീഡിയോ കണ്ടില്ലായിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും യൂട്യൂബ് ഓർ ഇൻസ്റ്റാഗ്രാം കണ്ടൻറ് ക്രിയേഷൻ സ്റ്റാർട്ട് ചെയ്യില്ലായിരുന്നു. ഞാൻ 2023 ക്രിയേറ്റ് ചെയ്ത് വെച്ച ചാനലാണ് ഇത്. ഇപ്പോൾ ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്തത്. അത് ചാനൽ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ട് ഞാൻ പിന്നെ തൊട്ട് നോക്കിയിട്ടില്ല. ഇപ്പോഴാണ് പൊടിയെട്ടി എടുത്തത്. അപ്പോൾ ഏതൊരു ഒറ്റ മൈൻഡിൽ തുടങ്ങിയ ഇതാണ്. ഒരു സെറ്റപ്പും ഇല്ല. ഈ ഒരു ഫോണും കുറേ എഡിറ്റിംഗ് ആപ്സും ഇൻ്റർനെറ്റും ഒക്കെ ഉണ്ട്. അതൊക്കെ വെച്ച് തട്ടിക്കൂട്ടി ഞാൻ തുടങ്ങിയതാണ്. എനിക്കറിയില്ല ഇത് ഏത് വരെ എത്തും എന്നുള്ളത്. അപ്പോൾ അത്ര സെറ്റപ്സ് ഒന്നും ഇല്ല. എന്നാലും സ്റ്റാർട്ട് ചെയ്തു ഞാൻ. ഇനി എനിക്കറിയില്ല ഏതുവരെ എത്തും, എങ്ങനെയൊക്കെ ഇതെത്തും എന്നുള്ളത്. സത്യം പറഞ്ഞാൽ കമ്മിറ്റഡ് അല്ല, സിംഗിളാണ്. സ്റ്റിൽ ഐ എം ഫേസിങ് സിംഗിൾ ലൈഫ്, എക്സ്പ്ലോറിങ് സിംഗിൾ ലൈഫ്. അതായത് ഞാൻ എൻ്റെ +2 പഠിക്കുമ്പോൾ ഞാനൊരു കുട്ടീനെ പ്രപ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ഷീ സെഡ് നോ. ആൻഡ് ഞാൻ ഡിഗ്രിക്ക് എത്തിയപ്പോഴും ഒരാളെ പ്രപ്പോസ് ചെയ്തു. ആൻഡ് ഷീ ഓൾസോ സെഡ് നോ. പിന്നെയും ഒരു പ്രാവശ്യം കൂടി ഞാൻ പ്രപ്പോസ് ചെയ്തു. ആൻഡ് ഞാൻ പ്രപ്പോസ് ചെയ്ത എല്ലാവരും നോയും പറഞ്ഞു. ആൻഡ് ദേ ഗോട്ട് എ ബെറ്റർ റിലേഷൻഷിപ്പ്. ലൈക്ക് അവർ ചിന്തിക്കുന്ന പോലെ അവർക്ക് നല്ലൊരു റിലേഷൻഷിപ്പ് കിട്ടി. അപ്പോൾ ഞാനൊരു കാര്യം മനസ്സിലാക്കിയത് എന്താ വെച്ചാൽ, എല്ലാവരും എന്നെ
എല്ലാവരും ജഡ്ജ് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അതായത് എൻ്റെ ഫേസ്, അതായത് ഞാൻ ഒട്ടും ഭംഗിയില്ലാത്ത ഒരാളാണ്. ഭംഗിയില്ലാത്ത ഒരാളെ എങ്ങനെ ഒരു ബോയ് ഫ്രണ്ടായിട്ട് കാണും എന്നുള്ളൊരു കോൺസെപ്റ്റ് ഉണ്ടായിരിക്കാം, അല്ലാതെയും ആയിരിക്കാം. ഞാൻ എൻ്റെ ഒരു തോട്ട് പറഞ്ഞെന്നുള്ളൂ. മേ ബി ഐ ഡോണ്ട് ലുക്ക് ലൈക്ക് എന്താ പറയുക, എനിക്കത് വാക്കുകൾ കിട്ടുന്നില്ല. എന്നെ കാണാൻ ഭംഗിയില്ലാത്തതുകൊണ്ടായിരിക്കും അവർ ചിലപ്പോൾ നോ പറഞ്ഞിട്ടുണ്ടാവുക. ആൻഡ് ദ വേ ദ സെഡ് ഈസ് നമ്മൾ തമ്മിലുള്ള വൈബ് ചേരില്ല, ഞാൻ നിന്നെ അങ്ങനെ കണ്ടിട്ടില്ല. അങ്ങനെയാണ് കുറേ റെസ്പോൺസ് എനിക്ക് കിട്ടിയിട്ടുള്ളത് ഞാൻ പ്രപ്പോസ് ചെയ്തിട്ടുള്ള ഗേൾസിന്. പിന്നെ അതിനുശേഷം ലവ് എന്നുള്ളൊരു ഇമോഷനോട് എനിക്ക് ഒന്നും തോന്നാതെയായി. ലവ് എന്നുള്ളത് ഞാൻ എക്സ്പ്രസ് ചെയ്തിട്ടില്ല. പിന്നെ ഞാൻ എങ്ങനെ അത് ഒരു ഉൾക്കൊള്ളും എന്നുള്ളത് ഞാൻ ആലോചിച്ചിട്ടിരിക്കുക. അങ്ങനെ സിംഗിളാണ്, കമ്മിറ്റഡ് അല്ല. ഡ്രീം എന്താ വെച്ചാൽ എനിക്ക് മോഡലാവണം നല്ല ആഗ്രഹമുണ്ട്. അത് ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, മോഡലാവണം എന്നുള്ളത്. ചുമ്മാ മോഡലല്ല, 4 ആൾ അറിയുന്ന മോഡലാവണം നല്ല ആഗ്രഹമുണ്ട്. കാരണം എന്നെ പുച്ഛിച്ചവരുടെ, കളിയാക്കിയവരുടെ ഒക്കെ മുമ്പിൽ അവരെക്കാളും നല്ല നിലയിലാണ് ഞാൻ ജീവിക്കുന്നത്. എനിക്ക് അവരെ കാണിച്ചു കൊടുക്കണം. ഇപ്പോൾ നമ്മൾ പറയും അങ്ങനെ കാണിച്ച് ജീവിക്കരുത്, നാളെ ഒറ്റ സെക്കൻഡ് കൊണ്ട് ചിലപ്പോൾ എല്ലാം തീരും പറയും. അഹങ്കാരമല്ല, തീർന്നാലും എനിക്ക് കുഴപ്പമില്ല. എന്നെ കളിയാക്കിയവരുടെ മുമ്പിൽ എനിക്ക് ജയിച്ച് കാണിക്കണം. അപ്പോൾ ഈ കണ്ടൻറ് ക്രിയേഷൻ എന്ന് പറയുമ്പോൾ എനിക്ക് ആൾക്കാർ നോക്കുമ്പോൾ ഫേസ് ചെയ്യാനുള്ള ആൻസൈറ്റി കുറഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ വീഡിയോസ് ഇടുകയാണ്. നമുക്ക് 4 ആൾ നമ്മളെ അറിയുമ്പോൾ നമുക്കൊരു ആൻസൈറ്റി കുറഞ്ഞ് കുഴപ്പമില്ല, നമുക്ക് 4 ആളെ അറിയാം, നമുക്ക് ആ ടെൻഷൻ ഫ്രീ ആയിട്ടിരിക്കും. നമ്മളെപ്പോഴും ലൈക്ക് ഡ്രീമിങ്ങും ഡൂയിങ്ങും പോലെ. അതായത് ഞാൻ എപ്പോഴും ഡ്രീം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ് മോഡലാവാം. ഞാൻ മോഡലായിട്ട് ഇങ്ങനെ ഹൈ പ്രൊഫൈലായിട്ട് നിൽക്കുന്നു, ഞാൻ അതിനു വേണ്ടി ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ അതിൻ്റെ ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആയിട്ടാണ് സത്യം പറഞ്ഞാൽ ഞാൻ മോഡലിങ് കണ്ടന്റ് ക്രിയേഷൻ കാണുന്നത്. പിന്നെ അതിൽ കൂടെ തന്നെ വേറൊരു ഡ്രീം എന്താ വെച്ചാൽ എനിക്ക് ബിഗ് ബോസിൽ കയറാൻ നല്ല ആഗ്രഹമുണ്ട്. കുറേ പേര് ഞാൻ വീഡിയോസ് ഇടാത്ത സമയത്ത് കുറേ പേര് എന്നെ കളിയാക്കി, എന്താടാ ബിഗ് ബോസിൽ കയറുന്നില്ലേ, നീ കണ്ടന്റ് ക്രിയേഷൻ ലൈക്ക് കണ്ടന്റ് ക്രിയേറ്ററായിട്ട് ആയിരിക്കുന്നേ കയറുന്നുണ്ടാകും, നീ വലിയ സെലിബ്രിറ്റി അല്ലേ. കുറേ പേര് കോളേജിൽ പോയ സമയത്ത് കുറേ പേര് കളിയാക്കി. ആൻഡ് ഞാൻ അതിനൊന്നും റെസ്പോണ്ട് ചെയ്യാൻ പോയില്ല. കാരണം ഇത്തരം കമൻസിനൊക്കെ നമ്മൾ റെസ്പോണ്ട് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അതിന് നമുക്ക് സമയം ഉണ്ടാവുള്ളൂ. ആൻഡ് ലൈക്ക് മോഡലിംഗ് ആൻഡ് ബിഗ് ബോസ് എൻ്റെ ബിഗ്ഗസ്റ്റ് ഡ്രീമാണ്. അവരുണ്ട്, അതായത് സ്റ്റിൽ ഇപ്പോഴും കളിയാക്കുന്നവരുണ്ട്, പണ്ട് കളിയാക്കിയിട്ടുള്ളവരിപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നവരുമുണ്ട്. അപ്പോൾ എനിക്കൊന്നേ പറയാനുള്ളൂ, അതായത് എനിക്കൊരു ടൈം വരും, അത്രേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഗൈസ്. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് അപ്പോൾ ഇനി ഡെയിലി കണ്ടൻസ് ഇടും. കാരണം എന്താ വെച്ചാൽ എൻ്റെ ഫോൺ ശരിയായി. അപ്പോൾ ഇനി മുതൽ ഞാൻ ഡെയിലി കണ്ടൻസ് ഇട്ടുകൊണ്ടിരിക്കും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ എന്നാൽ അടുത്ത വീഡിയോയിൽ കാണാം.